ഇന്നത്തെ നമ്മളുടെ സംസാര വിഷയം വിവാഹം അത്യാവശ്യമാണോ? വിവാഹം കഴിക്കണോ? കഴിക്കണ്ടയോ? പണ്ട് അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രാധാന്യമില്ലായിരുന്നു. കാരണം വിവാഹം കഴിക്കണം. അത് തന്നെയാണ് അന്നത്തെ കാലത്തെ നിർബന്ധമായ കാര്യം. കഴിക്കണമെന്നുള്ളൊരു ചോദ്യം തന്നെ വരുന്നില്ല. പിന്നെ ഒത്തു കിട്ടാതെ ശരിയാവാതെ പോകുന്ന ചില ആളുകൾ കല്യാണം കഴിക്കാതെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ന് വിവാഹം കഴിക്കണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. എന്ന് വെച്ചാൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വിവാഹം കഴിച്ചാൽ മതി എന്നുള്ള ഒരു ഓപ്ഷൻ ഇന്നുണ്ട് കുട്ടികൾക്ക്. അതുപോലെ ഏത് സമയത്ത് കല്യാണം കഴിക്കണം എന്നുള്ളതും അവർക്ക് അവരുടെ പഠിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം മതിയോ, അവരൊന്ന് സെറ്റിലായതിന് ശേഷം മതിയോ എന്നൊക്കെയുള്ളൊരു ഓപ്ഷൻ ഇന്നുണ്ട്. പക്ഷേ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. നമ്മളുടെ കാലത്തും അതിനു മുമ്പുള്ള കാലത്ത് ഒട്ടും ഉണ്ടായിരുന്നില്ല. ചെറുപ്രായത്തിൽ തന്നെ അന്ന് വിവാഹം കഴിച്ചയക്കുകയായിരുന്നു പെൺകുട്ടികളെ. ആൺകുട്ടികളും വളരെ നേരത്തെ തന്നെ കല്യാണം കഴിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങളുടെയൊക്കെ കാലത്ത് വിവാഹ പ്രായം ആയാൽ അച്ഛനും അമ്മയൊക്കെ തീരുമാനിക്കും വിവാഹം കഴിക്കേണ്ട സമയമായി എന്ന് പറഞ്ഞ് മക്കളെ വിവാഹം കഴിപ്പിച്ചയക്കും. നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളെ പെണ്ണ് കാണാൻ വേണ്ടി ഏതാനും മിനിറ്റുകൾ മാത്രം കണ്ടിട്ടുള്ള ഒരാളുടെ കൂടെയാണ് നമ്മളുടെ ബാക്കി ജീവിതം മുഴുവൻ നമ്മൾ കഴിച്ചു കൂട്ടേണ്ടത്. അവരുടെ ഫാമിലിയെയോ അല്ലെങ്കിൽ അയാളെയോ ഒന്നും നമുക്ക് ഒട്ടും പരിചയമില്ല. എന്നിട്ടും നമ്മൾ ആ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. പല പല ബുദ്ധിമുട്ടുകളുണ്ടാവും. ചിലപ്പം വഴക്കും ബഹളം ഉണ്ടാവും, ചിലപ്പം കള്ളുകുടിയോ പ്രശ്നങ്ങളോ ഉണ്ടാവും, ചിലപ്പം സംശയമായിരിക്കും, ചിലപ്പം ഇവർ തമ്മിൽ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. എന്തൊക്കെയാണെങ്കിലും അന്നത്തെ കാലത്ത് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായി വീട്ടിലേക്ക് തിരിച്ചു വന്നാലും പാരൻസ് പറയും, തിരിച്ചു വരല്ലേ, തിരിച്ചു വന്നാൽ നിനക്ക് താഴെ അനിയത്തി ഉള്ളതാണ്, അല്ലെങ്കിൽ കുടുംബത്തിന് ചീത്തപ്പേരാകും, അല്ലെങ്കിൽ ആളുകൾ അറിഞ്ഞാൽ എന്ത് കരുതും എന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിയെ നിർബന്ധപൂർവ്വം ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചയക്കുകയായിരുന്നു. അവൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാം എന്നൊരിക്കലും പാരൻസ് അന്ന് ശ്രമിച്ചിരുന്നില്ല. ഈ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും അങ്ങോട്ട് തിരിച്ചയക്കുക, അവളെങ്ങനെയെങ്കിലും സഹിച്ച് ക്ഷമിച്ച് അവിടെ ജീവിച്ചു പോരുക. അവളുടെ സുഖസൗകര്യത്തെക്കുറിച്ച് ഇവർ ബോധവട്ടല്ല, അത് അവരുടെ കുറ്റമല്ല. കാരണം അവർക്ക് അത്രയേ പറ്റുള്ളായിരുന്നു. അങ്ങനെയായിരുന്നു അന്നത്തെ കാലത്തെ വിവാഹവും വിവാഹത്തിന് ശേഷമുള്ള ജീവിതമൊക്കെ. പിന്നെ കാലം മാറി ഇന്നത്തെ തലമുറയിലേക്ക് വന്നപ്പോൾ വിവാഹമോചനങ്ങളും ഒരുപാട് കൂടുതലായി. അതിന് കാരണം പെൺകുട്ടികൾക്കൊക്കെ ജോലി ആയി എന്നുള്ളത് തന്നെയാണ്. കാരണം അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാം, അവരുടെ കയ്യിൽ ഇൻകം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ആരുടെയും അണ്ടറിൽ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തീരെ യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അത് വിട്ട് പോകുന്നതിൽ പ്രശ്നമില്ല എന്ന് പെൺകുട്ടികൾ ചിന്തിക്കാനിടയായത്. അപ്പോഴാണ് വിവാഹമോചനങ്ങൾ ഒരുപാട് കൂടിയത്. പണ്ടത്തെ കാലത്തും വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കാഞ്ഞിട്ടോ ആഗ്രഹിക്കാഞ്ഞിട്ടോ അല്ല പെൺകുട്ടികൾ. പക്ഷേ അവർക്ക് അത് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ സ്വന്തം വീട്ടിലേക്ക് മാത്രമേ തിരിച്ചു പോകാൻ മാർഗ്ഗമുള്ളൂ എന്നും അപ്പം പാരൻസ് അതിന് സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത് കൊണ്ടാണ് പെൺകുട്ടികൾ സഹിച്ചും ക്ഷമിച്ചും ഈ വീട്ടിൽ തന്നെയും ഈ ഭർത്താവിൻ്റെ കൂടെയും ജീവിച്ചു പോന്നിരുന്നത്. ഒരാളുടെ കൂടെ ജീവിതകാലം മുഴുവൻ കഴിച്ചു കൂട്ടുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്, സ്നേഹത്തോടെ ആണെങ്കിൽ. സ്നേഹത്തോടെ അല്ലെങ്കിൽ അത് വല്ലാത്തൊരു വയ്യാവേലിയും ഒരു പ്രാരബ്ധവും കൂടിയാണ്. ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാത്ത രണ്ടാളുകൾ ഒരു ജീവിതം മുമ്പോട്ട് വലിച്ചഴിച്ച് ഓരോ ദിവസവും കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും സാഹസം നിറഞ്ഞ ഒരു കാലം തന്നെയാണ്, കാലയളവ് തന്നെയാണ്. എത്രയോ വർഷങ്ങൾ നമ്മൾ ഇഷ്ടമില്ലാത്തവരുടെ മുഖം കാണുക, അവരുടെ കൂടെ ജീവിക്കുക, അവർക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ മക്കളെ വിചാരിച്ചിട്ടും ഒക്കെയാണ് ആൾക്കാർ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചിരുന്നത് അന്നത്തെ കാലത്ത്. പക്ഷേ ഇന്ന് ഒരുപാട് ഡൈവേഴ്സുകൾ കൂടുതൽ ആയി. പിന്നെ അതും കഴിഞ്ഞ് അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കണ്ട എന്നുള്ള അവസ്ഥയിൽ ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്ന് ചിന്തിക്കുന്നുണ്ട് വിവാഹം വേണ്ട എന്നുള്ളത്. അച്ഛനമ്മമാർ പറയുമ്പം വേണ്ട, എനിക്ക് കല്യാണം കഴിക്കണ്ട, എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ കുറേ പാരൻസ് അതിന് വളരെ ദുഃഖത്തോടുകൂടി പറയാറുണ്ട്, അവർ കല്യാണം കഴിക്കണ്ടെന്നാണ് പോലും പറഞ്ഞത്, അപ്പം എന്താ ചെയ്യുക, നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പലരെയും സമീപിക്കുകയും പലരോടും കംപ്ലയിൻറ്റ് പറയുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ചില കുട്ടികൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കും. കാരണം അവരുടെ മനസ്സിൽ ഈ വിവാഹം എന്ന് പറഞ്ഞാൽ അതൊരു കെട്ടുപാടാണ്. അവർ കണ്ടിട്ടില്ല, ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ പാരൻസിനെ തന്നെ കണ്ടിട്ടായിരിക്കാം ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളൊരു ഇതിലേക്ക് നമ്മൾ എന്തിന് കാലെടുത്ത് വെക്കുന്നു, നമ്മൾ ഈ സ്വസ്ഥമായിട്ട് സ്വതന്ത്രമായിട്ടുള്ള നമ്മളുടെ ഈ ഒറ്റപ്പെട്ട ജീവിതം തന്നെ മുമ്പോട്ട് കൊണ്ടുപോയാൽ പോരെ, എന്തിനാണ് വെറുതെ ഒരു പ്രാരബ്ധം കൂടി എടുത്ത് തലയിൽ വെച്ചിട്ട് യോജിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടി പോകില്ലേ. അപ്പോൾ അത് വേണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കും ആളുകൾ, പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഇപ്പോൾ കല്യാണം വേണ്ടെന്ന് പറയുന്നത്. അതിൽ ശരിക്കും പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, അവരവരുടെ ലൈഫാണ്, അവർക്ക് കല്യാണം കഴിക്കണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ വേണ്ട എന്ന് നമ്മൾ സമ്മതിക്കുന്നത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നല്ലത്. ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. 10-18 വയസ്സ് കഴിഞ്ഞാൽ 21 വയസ്സ് കഴിഞ്ഞാലൊക്കെ അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മുടെ ഒന്നും കാലത്ത് അങ്ങനത്തെ ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമുക്ക് ഇന്നും അത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു വെച്ചാൽ ഇവരെന്താ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ. അതുപോലെ വിവാഹത്തിന് ശേഷം
ഡിവോഴ്സായി. ഡിവോഴ്സായി കഴിഞ്ഞതിന് ശേഷം രണ്ടാമതൊരു കല്യാണം കഴിക്കണോ കഴിക്കണ്ടേ എന്നുള്ളത്. അപ്പോൾ ചിലർ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞ ശേഷം ഈ സ്ത്രീ രണ്ടാമത് കല്യാണം കഴിക്കുമ്പോൾ ചിലരത് ഭയങ്കര ഒരു തെറ്റ് പോലെ പറയും. ഓ, അയാൾ മരിച്ച് ഇത്രയേ ആയുള്ളൂ, അപ്പോഴത്തേക്ക് അവളത് മറന്ന് വേറെ ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത്. അതും അവരുടെ ഇഷ്ടം മാത്രമാണ്, ആ സ്ത്രീയുടെ ഇഷ്ടം മാത്രമാണ്. പക്ഷേ ആണുങ്ങൾ രണ്ടാമതൊരു കല്യാണം കഴിച്ചാൽ ആരും അത്ര കുറ്റം പറയാറില്ല. എല്ലാവരും പറയും, ആ അയാൾ ചെറുപ്പല്ലേ, അങ്ങനെയാണ് അതിന് ഉള്ള ഡയലോഗ്. അയാൾ ചെറുപ്പല്ലേ, അയാൾക്കൊരു ലൈഫില്ലേ, അപ്പോൾ അതുകൊണ്ട് അയാൾ കല്യാണം കഴിച്ചു എന്ന് മാത്രം. പക്ഷേ ഈ സ്ത്രീ കല്യാണം കഴിച്ച് ഭർത്താവ് മരിച്ചാൽ അല്ലെങ്കിൽ ഭർത്താവിനെ പിരിഞ്ഞു പോയാൽ അവൾ ചെറുപ്പല്ലേ എന്നുള്ളതിനെക്കുറിച്ച് ആരും ചിന്തിക്കില്ല. എപ്പോഴും പറയാം, ഓ അയാൾ മരിച്ചിട്ട് ഇപ്പോൾ ഇത്രയേ ആയുള്ളൂ, അപ്പോഴത്തേക്ക് അവൾ വേറെ ഒരു കല്യാണം കഴിക്കാൻ പോവാണ്, അയാളെയും മറന്നിട്ട്, അപ്പോൾ ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ, ഇത്ര പെട്ടെന്ന് അവൾക്ക് അത് മറക്കാൻ പറ്റിയല്ലോ എന്ന് പറയുമ്പോൾ അതൊരു തെറ്റായിട്ടാണ് നമ്മളുടെ സമൂഹത്തിൽ കാണുന്നത്. ശരിക്കും അങ്ങനെ തെറ്റായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് അത് ആ ചിലപ്പോൾ ഒരു പക്ഷേ ഭയങ്കര സ്നേഹമുള്ള ഭർത്താവായിരിക്കണം. അയാളിത് മരിച്ചതിന് ശേഷം അവൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല, എനിക്കൊരു കൂട്ടാവശ്യമാണ് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് അവൾക്കൊരു പുതിയൊരു ആളെ ലൈഫിലേക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ തമ്മിൽ തീരെ ഇഷ്ടപ്പെടാത്തൊരു ലൈഫായിരിക്കണം ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ഓ, ഇയാൾ മരിച്ചു കഴിഞ്ഞാലും ഇനി കിട്ടുന്ന ഒരാളുടെ കൂടെ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ സന്തോഷകരമായ ഒരു ലൈഫ് എനിക്ക് കിട്ടുമോ എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും അടുത്ത ഒരു കല്യാണത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്. എന്തായാലും അതൊരു കുറ്റപ്പെടുത്തി പറയേണ്ട ഒരു കാര്യമെന്ന് തോന്നുന്നില്ല. അവർക്ക് രണ്ടാമത് കല്യാണം കഴിക്കണമെങ്കിൽ അങ്ങനെ ആവാം, ഇനി കഴിക്കണ്ട ഇങ്ങനെ തന്നെ ജീവിക്കാമെന്നാണെങ്കിൽ അങ്ങനെയും ആയിക്കോട്ടെ. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അവരവരുടെ സ്വാതന്ത്ര്യമുണ്ട്. ഇഷ്ടമനുസരിച്ച് ജീവിക്കാനും തീരുമാനങ്ങൾ എടുക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഇന്നത്തെ തലമുറയിൽ ഉണ്ട്. പക്ഷേ കല്യാണം കഴിച്ചതിന് ശേഷം ഒട്ടും യോജിക്കാതെ രണ്ടുപേരും ഒരു വീട്ടിൽ താമസിക്കുകയും പിന്നെ ഈ പറഞ്ഞ വിവാഹമോചനമൊക്കെ നടക്കുമ്പം അതിൻ്റെ ഇടയിലുള്ള ആ കുട്ടികളുണ്ട്. ആ കുട്ടികളാണ് ഒരുപാട് ബുദ്ധിമുട്ടി പോവുക എപ്പോഴും. അച്ഛനും അമ്മയും എന്നും വഴക്കും ബഹളമായി അവർ പേരും രണ്ട് വഴിക്ക് പിരിഞ്ഞു പോകുമ്പോൾ ഈ കുട്ടികൾക്ക് അച്ഛനെ ഇഷ്ടമാണ്, അമ്മേനെ ഇഷ്ടമാണ്. അപ്പോൾ ആരുടെ കൂടെ നിൽക്കണം എന്നുള്ളതൊക്കെ ഒരു വല്ലാത്ത കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യമാണ് ആ കുട്ടികളോട്. അപ്പോൾ ചില കുട്ടികൾക്കൊക്കെ 3 ദിവസം അച്ഛൻ്റെ വീട്ടിൽ 2 ദിവസം അമ്മേൻ്റെ വീട്ടിൽ എന്നൊക്കെ പറയുമ്പം കുട്ടികൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ അച്ഛനും അമ്മയും ഒരുമിച്ച് നിൽക്കാതെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം കുറ്റം പറയുന്നത് കേട്ടിട്ടൊക്കെ ജീവിക്കുമ്പം ആ കുട്ടികളുടെ മാനസികാവസ്ഥയെപ്പറ്റി പലപ്പോഴും ഈ പാരൻസ് ചിന്തിക്കാറില്ല. പിന്നെ പാരൻസിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് നഷ്ടപ്പെടുകയാണ്. എല്ലാവർക്കും ഫ്രീഡം ആവശ്യമാണല്ലോ. ഈ ഒരു വല്ലാത്ത ശ്വാസം മുട്ടുന്ന ആ അന്തരീക്ഷത്തിൽ നിന്ന് പിരിഞ്ഞ് സ്വസ്ഥമായൊരു ജീവിതം വേണമെന്നാണ് ആണായാലും പെണ്ണായാലും എല്ലാവരും ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം. എല്ലാവർക്കും നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാൻ, ശ്വാസം വിടാൻ പറ്റണം, സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റണം. എന്നും ഈ ഞെരുങ്ങി ഈ കുറ്റപ്പെടുത്തുന്നതും സംശയിക്കുന്നതും അടിക്കുന്നതും മർദ്ദിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് പിരിഞ്ഞ് സ്വസ്ഥമായ അവനവനൊരു ജോലി ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. കാരണം സ്ത്രീകൾക്ക് ഇന്നത്തെ കാലത്ത് ജോലി ഉള്ളതുകൊണ്ടാണ് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അവർക്ക് പൈസയോ സ്വന്തമായിട്ട് ഇൻകം ഒന്നും ഇല്ലെങ്കിൽ അവർ തിരിച്ച് അവരുടെ വീടുകളിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടതായിട്ട് വരും. അപ്പം അവരുടെ പാരൻസിന് അവരെ പോറ്റാനുള്ള കഴിവുണ്ടോ, ചിലപ്പോൾ അവരുടെ ബ്രദേഴ്സ് ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടാവും, അവർക്ക് ഒരു ഭാരമാവും ഇവർ. അങ്ങനെ ഭാരമാവാതിരിക്കാൻ ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല ഒരു ജോലി സമ്പാദിക്കുക, സ്വന്തം കാലിൽ നിൽക്കുക എന്ന് മാത്രം. സ്വന്തം കാലിൽ നിന്ന് ശമ്പളം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആരെയും പേടിക്കാതെ അവനവൻ്റെ ലൈഫ് അവനവൻ ഉദ്ദേശിച്ച രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അതൊരു അഹങ്കാരമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. കാരണം അവരവരുടെ ലൈഫാണ് അത്. കല്യാണം കഴിച്ച് ജീവിക്കണോ കഴിക്കാതെ ജീവിക്കണോ, മക്കളുണ്ടാവണോ ഉണ്ടാവണ്ടേ, ഇഷ്ടപ്പെടാത്ത ആളുടെ നിന്ന് പിരിഞ്ഞു പോകണോ, ഭർത്താവ് മരിച്ചതിന് ശേഷം ഭാര്യ മരിച്ചതിന് ശേഷം വേറെ കല്യാണം കഴിക്കണോ കഴിക്കണ്ടേ, ഇതെല്ലാം ഓരോ മനുഷ്യന്മാരുടെയും ഇഷ്ടങ്ങളാണ്. അപ്പോൾ അതിന് വിട്ടുകൊടുക്കുകയാണ് ഏറ്റവും നല്ല കാര്യം എന്നാണ് തോന്നുന്നത്. ഇന്നത്തെ സംസാരം ഞാൻ കാറിലിരുന്നിട്ടാണ് എടുക്കുന്നത്. കാരണം അകത്തൊക്കെ ഇരിക്കുമ്പോൾ വല്ലാത്ത ശബ്ദവും ചുറ്റുവട്ടത്തെ ശബ്ദങ്ങളും വണ്ടി പോകുന്ന ഒച്ചയൊക്കെ കൊണ്ടില്ലേ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇപ്പോൾ വിമാനം പോകുന്ന ഒച്ചയൊക്കെ കൊണ്ട് ആളുകൾക്കൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമെന്ന് മനസ്സിലായതുകൊണ്ട് കാറിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ അത്രയും ശബ്ദം കിട്ടില്ല, പുറത്തെ ശബ്ദം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ച് ഞാൻ കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇതിലത്ര ശബ്ദശല്യങ്ങളൊന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ.